പിതാവിനെയും ബഹുമാനിക്കാതെ അവരെ ആദരിക്കാതെ അവര് പറഞ്ഞാൽ അനുസരിക്കാതെ നീ ഏത് അമല് ചെയ്താലും കാര്യമുണ്ടാകൂല കേട്ടോ. സ്വന്തം മാതാവിനെ ബഹുമാനിക്കാതെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കൂല. എന്തേ കാരണമെന്നറിയുമോ? അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. നിന്നെ പ്രസവിച്ച നിന്റെ ഉമ്മയുണ്ടല്ലോ മോനെ, അതേത് സാധാരണക്കാരിയായ ഉമ്മയാണെങ്കിലും ശരി, ലോകം തിരിയാത്ത ഉമ്മയാണെങ്കിലും ശരി, നാടൻ സംസാരം സംസാരിക്കുന്ന ഉമ്മയാണെങ്കിലും ശരി, അത്യാധുനിക സൗകര്യങ്ങളോടൊന്നും കമ്പമില്ലാത്ത ഉമ്മയാണെങ്കിലും ശരി, നിന്നെ പ്രസവിച്ച ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മാന്റെ കാലിന് അടിയിലാണ് കേട്ടോ നിന്റെ സ്വർഗമുള്ളത്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, ഓ യുവാക്കളെ, സ്വന്തം ഉമ്മാനെ അനുസരിക്കാതെ ജീവിക്കരുത് കേട്ടോ. സ്വന്തം മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കാതെ ജീവിക്കണ്ട കേട്ടോ. നമ്മളുടെ കാരണത്താൽ ഓരോ ചെറുപ്പക്കാരനും ചിന്തിക്കേണ്ട വിഷയമാണ്, എന്റെ കാരണം കൊണ്ട് എന്റെ ഉമ്മാന്റെ കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണുനീര് വരേണ്ടി വന്നിട്ടുണ്ടോ മോനെ? ആ കണ്ണുനീര് നിന്നെ സ്വർഗത്തിൽ കയറാൻ സമ്മതിക്കൂല കേട്ടോ. ആ ഉമ്മാന്റെ കാലൊന്ന് പിടിച്ചോ, ആ ഉമ്മാനോടൊന്ന് മാപ്പ് ചോദിച്ചോ. ഏത് വലിയ ആലിമിന്റെ വേഷം കെട്ടിയത് കൊണ്ടും കാര്യമില്ല, മുത്തഅല്ലിമീങ്ങളായി നടന്നതുകൊണ്ട് കാര്യമില്ല, നല്ല പ്രവർത്തകരായതുകൊണ്ട് കാര്യമില്ല. ഉമ്മാനെ വെറുപ്പിച്ച് നടക്കുന്നോ സ്വർഗം കിട്ടൂല, അല്ലാഹനെ കാണൂല. കിതാബുകൾ പരതുമ്പോ അതേ ഹജ്ജിന് ഉമ്മാനോട് സമ്മതം ചോദിക്കാതെ പോയ ആരുടെ ചരിത്രം കാണാം. സുബ്ഹാനല്ലാഹ്, ഒരേ ഒരു മകനാണ്, വാർദ്ധക്യമെത്തിയ ഉമ്മയുണ്ട്. ആ ഉമ്മക്ക് ഖിദ്മത്ത് ചെയ്യുന്ന മകൻ അത് ഓരോ ഹജ്ജിന്റെ സമയമെത്തുമ്പോഴും ഉമ്മാന്റെ അടുക്കൽ ചെന്ന് ചോദിക്കുന്നു, ഉമ്മ എനിക്ക് ഹജ്ജിന് പോകാൻ, കഅബം തവാഫ് ചെയ്യാൻ. അതേ റസൂലുള്ളാഹിന്റെ ആ ചുണ്ട് സ്പർശിച്ച ഹജറുൽ അസ്വദിന്റെ മുറ്റത്ത് കൊണ്ടുപോയി അതിന് തുരുതുരാ ചുംബനം കൊടുക്കാൻ വല്ലാത്ത ആഗ്രഹമുണ്ട് ഉമ്മ. ഉമ്മയൊന്ന് സമ്മതം തന്നാൽ ഞാനൊന്ന് ഹജ്ജിന് പോകട്ടെ എന്ന് ചോദിക്കുമ്പോ ആ ഉമ്മ ചോദിക്കുന്നു, മകനെ നീ ഹജ്ജിന് പോകുന്നതിൽ ഉമ്മക്ക് സന്തോഷമാണ്, പക്ഷേ ഉമ്മാക്ക് പ്രായം കൂടിപ്പോയി, ഉമ്മാക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ കഴിയൂല. അതുകൊണ്ട് മോനെ നീ ഈ വർഷം ഹജ്ജിന് പോകണ്ട. ഓരോ വർഷവും ഹജ്ജിന്റെ സമയമെത്തുമ്പോ അതേ മകൻ ഉമ്മാനോട് സമ്മതം ചോദിക്കുന്നു, ഉമ്മ സമ്മതം കൊടുക്കുന്നില്ല. അവസാനം മനസ്സിന്റെ ഉള്ളിലെ തീക്ഷ്ണമായ ആഗ്രഹം കൊണ്ട് ഒരു വർഷം ഹജ്ജിന്റെ സമയമായപ്പോ ആ മകനതാ ഉറങ്ങുന്ന ഉമ്മയെ ഉണർത്താതെ, ആ ഉമ്മ അറിയാതെ ഉമ്മാനോട് സമ്മതം ചോദിക്കാതെ കഅബത്ത് തവാഫ് ചെയ്യാൻ പോവുകയാണ്. ഹജ്ജ് ചെയ്യാൻ വേണ്ടി പുറപ്പെടുന്നു. രാവിലെ നേരം പുലർന്നപ്പോ ആ വാർദ്ധക്യം ബാധിച്ച ഉമ്മ എഴുന്നേറ്റ് നോക്കുമ്പോ ഒരേ ഒരു മകനെ കാണാനില്ല. ഉമ്മ വല്ലാതെ പരിഭ്രാന്തിയില്ല. നാലുപാടും അന്വേഷിക്കുന്നു, കാണാനില്ല. അവസാനം ആ ഉമ്മക്ക് മനസ്സിലാകുന്നു, എന്റെ മോൻ എന്നോട് സമ്മതം ചോദിക്കാതെ ഹജ്ജിന് പോയതാ. ആ ഉമ്മതാ
പിടക്കുന്ന ഹൃദയത്തോട് തപിക്കുന്ന ഖൽബുമായി രണ്ട് കരങ്ങളും അല്ലാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ടെന്ന് ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ ഖദ് അഹ്റഖബ്നി ബിനാരിൽ ഫിർഖാ ഫസല്ലിത് അലൈഹി ഖബാ. അല്ലാഹുവേ, എന്റെ മകൻ വേർപാടിന്റെ നൊമ്പരം കൊണ്ട് എന്റെ മനസ്സിനെ കരിച്ചു കളഞ്ഞു. അല്ലാഹ്, എന്നോട് സമ്മതം ചോദിക്കാതെ അവനതാ ഹജ്ജിന് പോയിരിക്കുന്നു. ഫസല്ലിത് അലൈഹി ഖബാ. അല്ലാഹുവേ, അവന് നീ തക്കതായ ശിക്ഷ കൊടുക്കണേ അല്ലാഹ്. എന്റെ സഹോദരന്മാരെ, സ്വന്തം ഉമ്മയെങ്ങാനും മക്കൾക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ഒരിക്കലും അല്ലാഹു തട്ടിക്കളയൂല കേട്ടോ. സുബ്ഹാനല്ലാഹ്. ആ മകനതാ ഹജ്ജിന് വേണ്ടി നടന്ന് യാത്ര ചെയ്യുന്നു. വൈകുന്നേര സമയമായപ്പോ, നേരം ഇരുട്ടിയപ്പോ അതേ ഒരു അപരിചിതമായ നാട്ടിലെത്തുന്നു. വല്ലാത്ത ക്ഷീണമുണ്ട്. ആ നാട്ടിലൊരു സ്ഥലത്ത് വിശ്രമിക്കണമല്ലോ. അതിനു വേണ്ടി ഒരു സ്ഥലം ഇങ്ങനെ അന്വേഷിക്കുമ്പോ അതേ ഒരു നല്ല പള്ളി കാണുന്നു. ആ പള്ളിയിലേക്ക് അങ്ങ് കയറുന്നു. അവിടുന്ന് നിസ്കരിക്കുന്നു. സഹോദരന്മാരെ, ഉമ്മമാരെ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. ഉമ്മാന്റെ ദുആഇന്റെ ഇജാബത്ത് ഫലിക്കാൻ തുടങ്ങുന്നു. സുബ്ഹാനല്ലാഹ്. ഈ സഹോദരനതാ പള്ളിയിൽ വെച്ച് നിസ്കാരം ആരംഭിക്കുമ്പോ ആ പള്ളിയുടെ പരിസരത്തുള്ള വീട്ടിലതാ ഒരു കള്ളൻ കയറുകയാണ്. അതേ വീട്ടുകാർ എഴുന്നേൽക്കുന്നു. കള്ളനെ കാണുന്നു. ആ കള്ളനെ പിടിക്കാൻ വേണ്ടി പിന്നാലെ ഓടുകയാണ്. ആ കള്ളൻ ഓടിക്കൊണ്ട് പള്ളിയുടെ ഭാഗത്തേക്ക് കയറുന്നു. സുബ്ഹാനല്ലാഹ്. നാട്ടുകാര് പള്ളിയിലേക്ക് കയറിയപ്പോ ഒരു അപരിചിതനായ മനുഷ്യനതാ നിസ്കരിക്കുന്നു. നാട്ടുകാര് കരുതുന്നു കള്ളനായ ആള് നിസ്കരിക്കുമ്പോൾ അഭിനയിക്കുകയാണോ. അവരങ്ങ് കയറിയിട്ട് പറയുന്നു, എടോ, നീ ഞങ്ങളെ പറ്റിക്കാൻ നോക്കുകയാണോ? കക്കാൻ കയറിയിട്ട് നിസ്കരിക്കുന്നത് പോലെ അഭിനയിക്കുകയാണോ? പിടിച്ചങ്ങ് കൊണ്ടുപോകുന്നു. രാജാവിന്റെ സന്നിധിയിലെത്തിക്കുകയാണ്. രാജാവ് പറയുന്നു, ഞാൻ ഈ നാട് ഭരിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. പക്ഷേ ഇന്ന് വരെ ഈ രാജ്യത്ത് ഒരു കളവ് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇത് ആദ്യത്തെ കളവാണ്. ഇതുകൊണ്ട് ഈ നാട്ടിലെ കളവ് അവസാനിക്കണം. അതുകൊണ്ട് ഈ മനുഷ്യനെ മാതൃകാപരമായ രൂപത്തിൽ ശിക്ഷിക്കേണ്ടതാണ്. മാതൃകാപരമായ രൂപത്തിൽ ശിക്ഷിക്കണം. സുബ്ഹാനല്ലാഹ്. രാജാവ് സൈന്യാധിപന്മാരെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഹല്ലോ സൈന്യാധിപന്മാരെ, ഈ മനുഷ്യന്റെ രണ്ട് കൈകളും നിങ്ങൾ വെട്ടിയെടുക്കണോ, അതുപോലെ രണ്ട് കാലുകളും വെട്ടിയെടുക്കണോ, അതുപോലെ രണ്ട് കണ്ണുകളും ചൂഴ്ന്നെടുക്കണോ. സുബ്ഹാനല്ലാഹ്. രാജാവിന്റെ കൽപ്പനയൊന്ന് വന്നപ്പോ സൈന്യാധിപന്മാരെ കൈകള് വെട്ടുന്നു, കാലുകള് ഛേദിക്കുന്നു, കണ്ണുകള് ചൂഴ്ന്നെടുക്കുന്നു. രാജാവ് പറയുന്നു, പോരാ പോരാ, ഈ മനുഷ്യന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംഗമിക്കുന്ന അങ്ങാടിയിൽ കൊണ്ടുപോകണം. ആ അങ്ങാടിയിൽ, ആ ടൗണിൽ ആളുകൾ കൂടുന്ന സമയത്ത് ആളുകളോട് വിളിച്ചു പറയണം, അതാ ജസാഉ സാരിഖീ. നാട്ടുകാരെ, ഈ നാട്ടിൽ വെച്ച് കളവ് നടത്തിയാൽ കിട്ടുന്ന ശിക്ഷയാണ് കേട്ടോ. ഇവൻ ഇന്നലെ രാത്രി കട്ടവന്
ഇവൻ കള്ളനാണ്, ഇവനെ ശിക്ഷിച്ച രൂപമാണോ? ഈ വിഷയം പറയുമ്പോ ആ മനുഷ്യനതാ സൈന്യാധിപന്മാരോട് പറയുന്നു, ലാ തഖൂലൂ ഹകദാ. ഓ സൈന്യാധിപന്മാരെ, കള്ളനുള്ള ശിക്ഷയാണെന്ന് നിങ്ങൾ പറയല്ല, മറിച്ചോ ഹാദാ ജസാഉ മൻ ഖസദ ത്വവാഫ ബിഗൈരി ഇദ്നി ഉമ്മിഹി. ഉമ്മാന്റെ സമ്മതമില്ലാതെ ഹജ്ജിന് പുറപ്പെട്ടാൽ ലഭിക്കുന്ന ശിക്ഷയാണോ? ഇതാണ് നിങ്ങൾ നാട്ടുകാരോട് പറഞ്ഞു കൊടുക്കേണ്ടത്. രാജാവ് വിഷയം അന്വേഷിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ചരിത്രം വിശാലമാണ്. തൽക്കാലം അവിടെ ഇങ്ങ് അവസാനിപ്പിക്കുന്നു. സഹോദരന്മാരെ, പോയത് ഹജ്ജ് ചെയ്യാനാ, കഅബം തവാഫ് ചെയ്യാനാ. റസൂലുള്ളാഹിന്റെ തിരുപാദ സ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ മണലുണ്ടല്ലോ, ആ മണൽ മുറ്റത്ത് തുരുതുര ചുംബനം കൊടുക്കാനുള്ള ഉദ്ദേശത്തോടെ പോയതാണോ? റൗദാ ശരീഫിന്റെ ചാരത്ത് നിന്നുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, മനസ്സുകൊട്ട് സലാം പറയാൻ ചെന്നതാ. പക്ഷേ ഉമ്മാന്റെ സമ്മതമില്ലാതെ ഉമ്മാന്റെ മനസ്സങ്ങ് വെറുപ്പിച്ചപ്പോ അല്ലാഹു ദുനിയാവിൽ വെച്ച് ശിക്ഷിക്കുന്നു. അല്ലാഹു ബഹുമാനിച്ച ആളുകളുണ്ടല്ലോ, അവരെ കാണുമ്പോ വലിയ ആളാണെന്ന് തോന്നണമെന്നില്ല, ഹാലിമാവണമെന്നില്ല, തറവാടിയാകണമെന്നില്ല. ആരായിരുന്നാലും അവരെ ബഹുമാനിച്ചു കൊള്ളണം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒന്നാമതായി ഓർമ്മപ്പെടുത്തട്ടെ, ക്ഷണിക്കണ്ട, ഉമ്മാനെ മാറ്റി നിർത്തണ്ട.